ഹലോ ഹായ് വെൽക്കം ബാക്ക്. DIS സിനിമ കണ്ടു. ഈ സിനിമ കാണാനുള്ള ഒറ്റ ഒരു റീസൺ ആണ്, അതായത് രാഹുൽ സദാശിവനാണ്. പുള്ളിയുടെ മുമ്പത്തെ സിനിമസ് ഒക്കെ ഒരു ഡിഫറെന്റ് കണ്ടന്റ് കൊണ്ടുവരുന്ന ഒരു ഡയറക്ടറാണ് രാഹുൽ സദാശിവൻ. അങ്ങനെ ആയതുകൊണ്ടാണ് ഈ സിനിമ കൂടി കാണാൻ എന്നെ ഒരു പ്രേരിപ്പിച്ച ഒരു റീസൺ. അതായത് ഈ സിനിമയുടെ പോസ്റ്റേഴ്സ് വർക്ക് ആയാലും ഇതൊക്കെ കിടിലനായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയതുകൊണ്ടാണ് ഒരു ക്യൂരിയോസിറ്റിയിലാണ് ഈ സിനിമ പോയിട്ട് കണ്ടത്. പിന്നെ പുള്ളി കൊണ്ടുവരുന്ന കണ്ടന്റ് ഒരു ഹോറർ, ടിപ്പിക്കലി ഡിഫറെന്റ് കൈൻഡ് ഓഫ് ഹോറർസ് ആണ് പുള്ളി കൊണ്ടുവരുന്നത്, രാഹുൽ സദാശിവൻ. അതായതുകൊണ്ട് ഞാൻ ഒരു ഒരു കൂടുതൽ എക്സെപ്റ്റേഷൻ വെച്ചിട്ട് പോയിട്ടാണ് കണ്ടത്. എനിക്ക് നന്നായിട്ട് വർക്കായി ഈ സിനിമ. പിന്നെ സിനിമയിൽ പ്രണവ് മോഹൻലാലാണ് പ്രധാന വേഷത്തിലെത്തുന്നത്. പിന്നെ മറ്റു കഥാപാത്രങ്ങളായിട്ട് ഒരുപാട് പേരുണ്ട്. പിന്നെ സൈജു കുറുപ്പുണ്ട്. അങ്ങനെ ചില ക്യാരക്ടേഴ്സ് ഒക്കെ ഉണ്ട്, പേരൊക്കെ അറിയില്ല. പിന്നെ സിനിമയ്ക്ക് മ്യൂസിക് എഴുതിയിട്ടിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയർ ആണ്. അതായത് പ്രമേയത്തിന്റെ മ്യൂസിക് ഡയറക്ടറാണ്. പിന്നെ ഇവരെ കുറിച്ചിട്ട് പറയാനുണ്ട്, അതൊക്കെ പറയാം. പിന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഞാൻ ഇതുവരെ പറയാത്ത ഒരു പേരാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. അത് ബ്രോണിക് സേവിയർ ആണ്. പുള്ളിയാണ് ചെയ്തിരിക്കുന്നത് ഈ സിനിമയിൽ മേക്കപ്പ് വർക്കൊക്കെ. പിന്നെ പിന്നെ സിനിമാറ്റോഗ്രാഫി. സോ സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ദി ബെസ്റ്റ് ഹൊറർ സിനിമ വേണമെങ്കിൽ പറയാം. എനിക്ക് എന്റെ പേഴ്സണൽ ഫീലാണ്, ഞാൻ കണ്ടത് വെച്ചിട്ട് ഇന്ത്യൻ സിനിമയിൽ ദി ബെസ്റ്റ് ഹൊറർ സിനിമ വേണമെങ്കിൽ പറയാം. ഇത് ഒരു രക്ഷയില്ലാത്ത ഗ്രിപ്പിംഗ് ചെയ്യുന്ന സ്റ്റഫാണ് ഇത്. ഒരു രക്ഷയില്ല, ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് സിനിമ. പിന്നെ സിനിമയില്, അതായത് സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുണ്ട്. ഓരോ സീൻസ് കൂടി നന്നായി എടുത്തു വെച്ചാൽ, അതായത് സിനിമയുടെ ഡ്യൂറേഷൻ ആയിട്ട് വരുന്നത് കുറച്ചാണ്, അതായത് 1 മണിക്കൂർ 52 മിനിറ്റ് ഏതാണ്ടായിരിക്കാം. സോ വളരെ കുറവും ഒരു നന്നായിട്ട് കൂടുതലായിട്ട് വലിക്കാത്ത സിനിമയൊന്നും ഉള്ളത് വെച്ചിട്ട് നല്ല സിമ്പിൾ ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയാണ്. പിന്നെ സിനിമയിൽ മെയിൻ പറയാനുള്ളത് രാഹുൽ സദാശിവമാണ്. പുള്ളിയുടെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്റ്റോറി സ്റ്റഫാണ്. പിന്നെ പെർഫോമൻസിനെ കുറിച്ചിട്ട് പറയണം, പ്രണവ് മോഹൻലാൽ ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് നന്നായിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവറി ഫ്രെയിംസിലൊക്കെ പുള്ളിനെ കാണുന്ന പുള്ളിയുടെ ഈച്ച് ആൻഡ് എവറി മൂവ്മെന്റ്സ് ഒക്കെ നന്നായിട്ടുണ്ട്. അതിനെ പുള്ളി നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമേനെ ഒരു ലെവൽ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിച്ചിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയറിന്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക് അല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോർ. ഓ മാൻ, ആ ഒരു ചില സീൻസ് ഒക്കെ ആ ഒരു നമുക്കൊരു ഉള്ളിൽ നിന്ന് ആ പേടി തോന്നുന്നത്, അതൊക്കെ ഗ്രിപ്പിംഗ് ചെയ്യുന്ന രീതിയിലുള്ള ഓരോ സ്കോർസ് ആണ് പുള്ളി കൊടുത്തിട്ടിരിക്കുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അത് ഒരു രക്ഷയില്ല, ഹിറ്റിലെ ഹോറർ ഒരു ഗ്രിപ്പ് ചെയ്യുന്ന രീതിയിലുണ്ടെങ്കിൽ അത്രക്ക് നന്നായിട്ട് വന്നിട്ടുണ്ട് മ്യൂസിക്. പിന്നെ സ്കോർസ് കൂടി, ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് പുള്ളി ഒരു രക്ഷയില്ലാത്ത സ്കോർസ് ആണ് ഈ സിനിമയ്ക്ക് കൊടുത്തിട്ടുള്ളത്. അതായത് ബ്രഹ്മയുഗത്തിൽ തന്നെ പുള്ളി നന്നായിട്ട് എടുത്തിട്ടുണ്ട്. അതിന് നെക്സ്റ്റ് ലെവലാണ് ചെയ്തിരിക്കുന്നത് ഈ സിനിമയിൽ. പിന്നെ പിന്നെ പറയാനുള്ള റോണക് സേവിയറിന്റെ മേക്കപ്പ്. ഞാൻ ഇതുവരെ പറയാത്ത ഒരു വാക്കാണ് മേക്കപ്പിനെ കുറിച്ച്. ഞാൻ ഈ റിവ്യൂവിൽ സംസാരിക്കാനില്ല, പക്ഷെ ഇതിൽ സംസാരിക്കാനിരിക്കാൻ പറ്റില്ല. അത്രക്കും ബ്യൂട്ടിഫുൾ മേക്കപ്പ്. ചില സീൻസ് ഒക്കെ ആ മേക്കപ്പ് ചെയ്തിരിക്കുന്ന രീതി, ഓ മാൻ, ഒരു രക്ഷയില്ലാത്ത മേക്കപ്പ്. കണ്ടാൽ റിയലിസ്റ്റിക് ആയിട്ട് തോന്നും, അത്രക്ക് നന്നായിട്ട് വെച്ചിട്ടുണ്ട് ആ മേക്കപ്പ് ഒക്കെ. മേക്കപ്പ് ചെയ്തിരിക്കുന്ന രീതി, ചില ചില അതായത് ഡെഡ് ബോഡി അതിനെ ഒരുപാട് ടൈമിലുണ്ടായിരുന്ന, വെള്ളത്തിലുണ്ടായിരുന്ന ആ ഒരു ഈച്ച് ആൻഡ് എവറി മൈന്യൂട്ട് ആയിട്ടുള്ള തിങ്സ് ഒക്കെ പുള്ളി മേക്കപ്പ് ചെയ്തിരിക്കുന്ന ഒരു രക്ഷയില്ല. സൂപ്പർ സൂപ്പർ. അടുത്തതൊക്കെ സീൻസ് ഒക്കെ ഉണ്ട്, അത് പറഞ്ഞാൽ സ്പോയിലർ ആയി പോകും, പക്ഷെ കണ്ടാലേ മനസ്സിലാവും. പുള്ളിയുടെ മേക്കപ്പ്, റോണക് സൈഡ് സൂപ്പർ മേക്കപ്പ്. പിന്നെ ഈ സിനിമയിലെ എഡിറ്റിംഗ്, ആർട്ട് വർക്ക് ഇതൊക്കെ നന്നായിട്ടുണ്ട്. പിന്നെ ഓവറോൾ പറയുകയാണെങ്കിൽ ഈ സിനിമ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ഞാൻ കണ്ടതിൽ വെച്ച് ഇന്ത്യൻ സിനിമയിൽ ദി ബെസ്റ്റ് ഹൊറർ സിനിമ വേണമെന്ന് പറയാം. ഇത്രക്ക് നന്നായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ഈ സിനിമ. പിന്നെ സിനിമ കാണാത്തവരാണ് പോയിട്ട് കണ്ടോളൂ ഗൈസ്, കിടിലൻ എക്സ്പീരിയൻസ് ആണ്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. ഇനി അടുത്ത റിവ്യൂ വീഡിയോയിൽ കിട്ടാം ഗൈസ്. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ആക്കി അടുത്ത വീഡിയോയിൽ കിട്ടാം. ബൈ.